വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ഇത് പരിഹരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സബ്സിഡിയോടുകൂടി 10,000 സോളാർ പാനലുകൾ വിതരണം ചെയ്യുമെന്നും ആര്യാടൻ പറഞ്ഞു. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന സോളാർ പാനലിന്റെ 2ാം ഘട്ട വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയോടുകൂടി ഈ വർഷം 10,000 സോളാർ പാനലുകൾ വിതരണം ചെയ്യുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന സോളാർ പാനലുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണ്. അത് പരിഹരിക്കുന്നതിന് സോളാർ പാനലുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. എത്ര വില കൊടുത്താലും പുറത്തുനിന്ന് വൈദ്യുതി ലഭിക്കാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ടുതന്നെ സോളാർ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനായി സ്വാഭാവികമായും ജനങ്ങൾ തയ്യാറാവണം. അടുത്ത വർഷം 25,000 സോളാർ പാനലുകൾ സർക്കാർ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. സോളാർ പാനലുകൾ 1 കിലോവാട്ട് അപ്പോൾ അതിൽ ഏകദേശം 2,50,000 താഴെ വരും. അതിന് 81,000 രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി, സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്സിഡി 39,000, 1,20,000 ഇത്രയും സബ്സിഡി കിട്ടും. ഒരു പൈസ ഇതിന് ചിലവില്ല. ഇപ്പോൾ നാഫ്താണെങ്കിലും ഡീസലാണെങ്കിലും ഇതിനൊക്കെ ചിലവുണ്ട്. ഇതിനൊന്നും ചിലവില്ല. ഇത് നമ്മൾ 10,000 ആളുകൾക്ക് ഈ കൊല്ലം കൊടുക്കും. അടുത്ത കൊല്ലം 25,000 കൊടുക്കും. അത് സ്ട്രീറ്റല്ല, നമ്മൾ റൂഫ് ടോപ്പ് പാനല ഇതുപോലത്തെ സാധനം ഈ റൂഫിൽ തട്ടിൽ ഷോപ്പിലൊക്കെ വീടുകൾക്ക് അപ്പം ഷോപ്പിൽ അവർക്ക് സ്വന്തം പറയാനുള്ളത് 1 കിലോവാട്ട്. ഇലക്ട്രിസിറ്റി മനസ്സിലായ പിന്നെ കിട്ടാനില്ല, വില കൊടുത്താനില്ല. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനാസ് ചാലൂലിക്ക് സോളാർ പാനൽ നൽകി മന്ത്രി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കും അഗസ്ത്യൻമൊഴി വിക്ടറി സോളാർ ഇൻ്റർനാഷണലും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീതമായി 45% സബ്സിഡിയാണ് ലഭിക്കുക. സോളാർ പാനലിനായി കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് മുഴുവൻ തുകയും വായ്പയായും നൽകും. ചടങ്ങിൽ സി മോയിൻകുട്ടി MLA അധ്യക്ഷനായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് NK അബ്ദുറഹ്മാൻ, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനാസ് ചാലൂലി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന സുബൈർ, സി മൂസ, മുക്കം മുഹമ്മദ്, പി പൈതൽ ഹാജി, യൂനുസ് പുത്തലത്ത്, M ധനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.